ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതായത് ഏകദേശം ഒരു 6-7 മാസം മുമ്പ്, അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, കേരളത്തിലെ ഒരു പോലീസ് സർവീസിലെ ഏറ്റവും ഒരു സെലിബ്രേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു DGP, അദ്ദേഹം കേരളത്തിലാകമാനം എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഫേസാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്, അദ്ദേഹം സ്ഥിരമായി പലയിടത്തും പ്രസംഗിക്കാൻ പോകാറുണ്ട്, അദ്ദേഹം എൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പം അദ്ദേഹം റിട്ടയറായി. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ EVM എന്ന് പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉള്ളിടത്തോളം കാലം നരേന്ദ്രമോദി തന്നെ ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ BJP ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പുള്ളിയോട് പറഞ്ഞ കാര്യം പേഴ്സണൽ ടോക്സ് ആണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ബന്ധു EVM ഉണ്ടാക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്, ഇതിനകത്ത് മുഴുവനും ടാമ്പർ ചെയ്തേക്കുവാണ്, അത് എങ്ങനെ വോട്ട് ചെയ്താലും താമരയ്ക്ക് പോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, മോദി തന്നെ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി, ഏകദേശം 300, 350, 400 സീറ്റുകളോളം ലഭിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് തർക്കിച്ചു. ഇപ്പോൾ തർക്കിക്കാനുണ്ടായ കാരണം, ഈ 2014 മോദി അധികാരത്തിൽ വന്ന ശേഷം ഇതേപോലെയുള്ള വിവാദങ്ങൾ വളരെ കത്തിക്കയറി നിൽക്കുകയാണ്. ഇന്ത്യ മുഴുവനും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഇങ്ങനെ പറയുകയാണ് EVMുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഈ കത്തിക്കയറി എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം സീറ്റുകൾ BJPക്ക് കിട്ടിയത്? കാരണം അതിന് മുമ്പുള്ള ധാരണ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആബ്സല്യൂട്ട് മെജോറിറ്റി ഇന്ത്യയിൽ ഇനിയും കിട്ടാൻ പോകുന്നില്ല എന്ന ധാരണയായിരുന്നു ഇവിടുത്തെ മീഡിയയും ജനങ്ങളും പൊളിറ്റിക്കൽ പാർട്ടിയെല്ലാം പറഞ്ഞത്. അതായത് ഇന്ത്യയിൽ ആര് ഭരിക്കുവാൻ വരുന്നു അവിടെയെല്ലാം കൂട്ടുകക്ഷി രീതിയിലുള്ള ഭരണമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിൽ കയറി വരുന്നത്, നല്ല ഭൂരിപക്ഷത്തോടു കൂടി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംശയങ്ങളായി. അപ്പം ഞാൻ ആ സമയത്ത് ഒരു ആൻറ്റി മോഡിയാണ്. അപ്പം ഞാൻ തന്നെ തീരുമാനിച്ചു, ഞാൻ തെഹൽക്കയുടെ എഡിറ്ററായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ്, ഞാൻ തന്നെ തീരുമാനിച്ചു ഞാനിതിനെപ്പറ്റി അന്വേഷിക്കണം. കാരണം ജനാധിപത്യ ഇന്ത്യയിൽ, അല്ല ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യുന്ന ഓരോ വോട്ടിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കണം, എന്താണിത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇതുണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കുന്ന ഏകദേശം 5ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട് ഇന്ത്യയിൽ. അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, പല പ്ലാന്റുകളുണ്ട്. അപ്പം ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ വരുന്നത് ഒരു പ്രധാനപ്പെട്ട പ്ലാന്റിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ EVM ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൻ്റെ അത് എൻട്രി എങ്ങനെ ചെയ്യും, അതാണ് അടുത്ത ഏറ്റവും വലിയ പോയിൻ്റ്. അപ്പം ഞാനവിടെ എൻ്റെ സീനിയറായിട്ട് പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ഒരു അടൂരുകാരൻ പയ്യനുണ്ട്. അപ്പം അവനത് കഴിഞ്ഞിട്ട് ഡിപ്ലോമയെല്ലാം കഴിഞ്ഞിട്ട് ഈ EVMൻ്റെ ഉണ്ടാക്കുന്ന ആ ഫാക്ടറിയിലാണ് സീനിയർ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണ്. അത് പന്തളത്തു നിന്നാണ് ഈ പോളിടെക്നിക്ക് കഴിഞ്ഞിരിക്കുന്നത്. അപ്പം ഇവനെ എനിക്ക് അവിടെ പരിചയം ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, അന്ന് വളരെ SFIയുടെ വലിയ ആക്ടിവിസ്റ്റായിരുന്നു ഈ പറയുന്ന ആൾ. പേര് ഞാൻ പറയുന്നില്ല, തെറ്റാണ് പറയുന്നത്. അപ്പം ഇവനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പം ഇവൻ അവിടുത്തെ സീനിയർ ടെക്നീഷ്യനാണ്, സംസാരിക്കുന്നു, വർത്തമാനം പറയുന്നു, എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നു. പിന്നീടാണ് മനസ്സിലായത് അവനവിടെ CPMൻ്റെ CITയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് CPMൻ്റെ യൂണിയൻ്റെ നേതാവ് കൂടിയാണ് ഈ പറയുന്നയാൾ. പിന്നെ അവിടെ ജനസംസ്കൃതി എന്ന് പറയുന്ന CPMൻ്റെ ഈ കൾച്ചറൽ ഓർഗനൈസേഷനുണ്ട്. അപ്പോൾ അതിൻ്റെയും ലീഡർഷിപ്പിലാണ് പുള്ളി. വലിയ സിനിമ, പാട്ട്, നൃത്തം, കലാപരിപാടികൾ ആ രീതിയിലാണ്. അപ്പോൾ കേരളം വിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെ മലയാളികളുടെ ഇടയിൽ വളരെ ആക്റ്റീവാണ്. ഹാർഡ് കോർ ആയിട്ടുള്ള CPM ഇടതുപക്ഷ അനുഭാവി കൂടിയാണ്. അപ്പം മാറിയിട്ടില്ല പൂർണ്ണമായിട്ടും. ഇപ്പം
കാറൽ മാക്സ് വന്ന് ഇന്ത്യയെ മാറ്റിമറിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു വേണമെങ്കിൽ ഒരു അന്തം കമ്മി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ പോയി സംസാരിച്ചു. അത് കഴിഞ്ഞ് ക്ലബിൽ സംസാരിച്ചു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇതെന്താണ് ഈ സംഭവം. പുള്ളി അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഫ് ദ റെക്കോർഡ് പല കാര്യങ്ങൾ പറഞ്ഞു ഇതിനകത്തൊരു ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പല ഇതിനകത്തുള്ള ടെക്നീഷ്യൻസ്, ഒരു തമിഴനുണ്ടായിരുന്നു, തിരുവനന്തപുരംകാരൻ, ഹാഫ് തമിഴനും ഹാഫ് മലയാളിയുമാണ്. പുള്ളിയെ പരിചയപ്പെടുത്തുന്നു, പല ടെക്നീഷ്യൻസിനെയും എഞ്ചിനീയേഴ്സിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നു. ഇവരെല്ലാം ഓരോന്നായിട്ട് അത് ഓരോന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തന്നു, ഇതെന്തുകൊണ്ട് നടക്കത്തില്ല എന്നുള്ളത്. അപ്പോൾ ആ ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഫാക്ടറി ഏകദേശം 3 മാസം എടുത്ത്. ഞാൻ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എന്താ ഇത് ചെയ്തത് എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഫാക്ടറി പോകുന്നു. അപ്പോൾ അവിടെയും ഈ പറയുന്നവൻ്റെ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തി തന്നു. പുള്ളി അവിടുത്തെ ഒരു യൂണിയൻ നേതാവ്. മനസ്സിലാക്കുക, ആ ഒരു സമയത്ത് കൂടുതലും ഈ ഇന്ത്യയിലെ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും അവിടുത്തെ യൂണിയനാണെങ്കിലും ഓഫീസേഴ്സ് അസോസിയേഷനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ളത് മലയാളികളാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരാണ് ഏറ്റവും കൂടുതൽ. കോൺഗ്രസിന് വലിയ സ്വാധീനമൊന്നുമില്ല, BJPക്കും പറയുന്ന സ്വാധീനമില്ല. ഒരു ഇടതുപക്ഷ അനുഭവം, കാരണം തൊഴിലാളികളാണ് ഇവരൊക്കെ. ആ രീതിയിലാണ് ഇതിനകത്ത് അധികവും മലയാളി ലീഡേഴ്സും ഇവരൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏകദേശം ഞാൻ 150 പേരോളം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയും ഇവരുമായിട്ട് മദ്യപിക്കുന്നു. കാരണം പല കാര്യങ്ങളും അറിയണമല്ലോ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൺക്ലൂഷനിലെത്തി, ഈ പറയുന്ന വിവാദങ്ങൾ അടിസ്ഥാനരഹിതമാണ്, ഇത് പൂർണ്ണമായിട്ടും ടാമ്പർ ചെയ്യാൻ കഴിയില്ല. ആ രീതിയിലാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇത് നമ്മൾ തന്നെ സ്വയം വികസിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയെടുത്ത EVMൽ ഒരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതിനകത്ത് ടെക്നിക്കൽ പ്രോബ്ലം, ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യാതിരിക്കാം, അത് പവറുമായിട്ടുള്ള കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ്, കാരണം എത്ര ലക്ഷത്തോളം മെഷീനാണ് ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം. അപ്പം അത്രയും വരുന്ന സമയത്ത് ഇതിൻ്റെ അത് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാകാറുണ്ട് എന്നതൊഴിച്ച് ഇതിനകത്തൊരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതിനകത്ത് ഇത്രയും പേരെയും കണ്ട് സംസാരിക്കുക, ഇവരുടെ ഡിസ്പ്ലേയും എല്ലാം മനസ്സിലാക്കിയ ശേഷം ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല ഇത് ടാമ്പർ ചെയ്യാൻ പറ്റും, ഒരാൾ പോലും. കാരണം അത്ര ടെക്നിക്കലി അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്ത്. കാരണം തൊടാൻ പറ്റത്തില്ല, ഇതിൽ തൊട്ട് കഴിഞ്ഞ് ഈ പുല്ലെല്ലാം കൂടെ അടിച്ചു പോകും. അപ്പോൾ ആ രീതിയിലാണ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ത്യയിലുള്ള ഏകദേശം 140 കോടി ജനവിഭാഗമാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഏകദേശം 50-60% വോട്ടേഴ്സ് വരുമ്പോൾ ഇത് ജനാധിപത്യപരമായിട്ട് ഇത് പൂർണ്ണമായിട്ടും ടാമ്പർ ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈ സീനിയറായിട്ടുള്ള IPS ഓഫീസറിനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിൻ്റെ ആ ബന്ധുവിൻ്റെ പേരും ഡീറ്റെയിൽസ് എന്താ? കാരണം എനിക്ക് ആ മനുഷ്യൻ ഒന്ന് പോയി സംസാരിക്കണമല്ലോ, എന്താണ് ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം അതൊന്നും തന്നില്ല. പറഞ്ഞു, അതെനിക്ക് മാത്യുവിന് തരാൻ പറ്റത്തില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, മാടയ ഓടയ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നില്ല. ഇനി അടുത്ത പാർട്ടിലോട്ട് കയറുക. അത് കഴിഞ്ഞിട്ട് 2019 വീണ്ടും ഇലക്ഷൻ നടക്കുന്നു. മോദിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു. ഈ സമയത്താണ് സാക്ഷാൽ അരവിന്ദ് കെജ്രിവാൾ, അതായത് ഡൽഹിയുടെ മുഖ്യമന്ത്രി, അതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ ക്ലീൻ സ്വീപ്പ് ചെയ്താണ് ആം ആദ്മി പാർട്ടി. അവിടെ 2-3 സീറ്റ് മാത്രമേ BJPക്ക് കിട്ടിയുള്ളൂ. ബാക്കി മുഴുവനും ആം ആദ്മി പാർട്ടിയാണ് അവിടുത്തെ അസംബ്ലി ഇലക്ഷനിൽ കിട്ടുന്നത്. ഇയാളൊരു ആരോപണം ഉന്നയിക്കുകയാണ്. ഇതാണ് ബേസിക്കലി ഇത് ആരോപണം ഇത്ര തീവ്രമാകാനുണ്ടായ കാരണം. അതായത് ഇലക്ട്രോണിക് മിഷൻ്റെ അകത്ത് വോട്ടിങ് കൊണ്ടാണ് BJPക്ക് 7 സീറ്റും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് കിട്ടിയത്. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ഭരദ്വാജ്, അന്ന് അദ്ദേഹം MLA ആണ് ഈ പറയുന്ന 2019 ശേഷം. അപ്പോൾ അദ്ദേഹം നിയമസഭയെ പെട്ടെന്ന് വിളിച്ചു കൂട്ടിയിട്ട് ഒരു മിഷൻ കൊണ്ടുവന്നിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ്, എങ്ങനെയാണ് എല്ലാ വോട്ടും താമരയ്ക്ക് പോകുന്നത് അല്ലെ കമലിന് പോകുന്നത് എന്നിരിക്കുക. കാരണം ഇദ്ദേഹം ഒരു ടെക്നിക്കലി ഒരു എഞ്ചിനീയർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് കൊണ്ടുവന്ന് അവതരിപ്പിച്ച് കാണിച്ചു കഴിഞ്ഞപ്പം ജനങ്ങളുടെ ഇടയ്ക്ക് കൺഫ്യൂസ്ഡായി. ഇതാണ് സംഭവം. പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഇതങ്ങ് ഏറ്റെടുക്കുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആളെ അന്നു മുതലാണ്
ഞാൻ പൊട്ടൻ മൊണ്ണ എന്ന വാക്ക് ഉപയോഗിച്ചത്. കാരണം ഒരു കാര്യത്തെപ്പറ്റിയും പഠിക്കുകയില്ല, മനസ്സിലാക്കുകയില്ല, വായി തോന്നുന്ന വിളിച്ച് പറയുക. ഓക്കെ, ഒരു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്ന ഒരു റെപ്യൂട്ടബിൾ ക്രെഡിബിളായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പം ഈ എലക്ഷൻ പ്രാക്ടീസ് ഇത് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, അവിടെ എലക്ഷൻ നടത്തിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിന് EVM ഉപയോഗിച്ച് ഇത്രമാത്രം ട്രെയിനിങ് കൊടുത്ത് ഒബ്സർവേഷൻ നടത്തി ലോ ആൻഡ് ഓർഡറും സെക്യൂരിറ്റിയും ബൂത്ത് ക്യാപ്ചറിങ്ങും ഒന്നുമില്ലാതെ ഇത് നടത്തിയെടുക്കുക എന്ന് പറയുന്ന ആ ടാസ്ക് അത് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് ഈ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും പച്ചത്തെറി വിളിച്ചിട്ട് അവർ പറയുന്നത് ഇത് മുഴുവനും കള്ളത്തരമാണ്. അതായത് നമ്മൾ പോയി മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് മനസ്സിലാക്കുവാൻ സാധിക്കൂ. ഇതിനകത്തൊരു പുല്ലും നടക്കത്തില്ല. ഇത് മോദിക്ക് അയാളോടുള്ള താല്പര്യം കൊണ്ടും പുതിയ ഗവൺമെൻറ് വരുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയും കൊണ്ട് അവർ വോട്ട് ചെയ്തതാണ്. പിന്നീട് എന്താണ് ഉണ്ടായത്? ഡൽഹിയിൽ ഇതേ കേജ്രിവാൾ ഡൽഹിയിൽ അസംബ്ലി ഇലക്ഷൻ നടന്നു, ഇതേ മിഷൻ തന്നെ ഉപയോഗിച്ചു. വീണ്ടും കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി സ്വീപ്പ് ചെയ്തു. പിന്നെ അയാൾ ഇതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് പഞ്ചാബിൽ ഇലക്ഷൻ നടന്നു, അവിടെ ആം ആദ്മി പാർട്ടി സ്വീപ്പ് ചെയ്തു, കോൺഗ്രസ് തകർന്നു, BJP ഇല്ലാതായി, പിന്നെ മിണ്ടിയില്ല. വീണ്ടും രാഹുൽ ഗാന്ധി ഈ ഇഷ്യൂ പറഞ്ഞ് നടക്കുകയാണ്. അയാളെ പിന്നെ മൊണ്ണെന്നും പൊട്ടനുമല്ല, പിന്നെ എന്താണ് ഞാൻ വിളിക്കേണ്ടത്? ഇതാണ് സംഭവം ബേസിക്കലി. അതിനെ പിന്നീട് പറയും. ഈ കേജ്രിവാളിനെ ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടത് ഇതിന് ശേഷമാണ്. അതിനു മുമ്പ് എനിക്ക് കേജ്രിവാളിനോട് ഇത്ര വെറുപ്പൊന്നുമില്ലായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇന്ത്യയിലെ ഒരു ക്രെഡിബിളായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നടത്തുകയാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ അടിസ്ഥാനപരമായ ആരോപണങ്ങൾ ഉന്നയിക്കുക. ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് ഇത് കൺഫ്യൂസ്ഡ് ആവും. ഇത് ഗ്ലോബലിയാണ് ഇത് പോകുന്നത്. ലോകം മുഴുവനുമാണ് ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നു, EVM ഉപയോഗിച്ച് മോദി ജയിക്കുന്നു. ഇവിടെ മോദി ജയിക്കുന്നോ BJP ജയിക്കുന്നോ ഉള്ളൂ ഒന്നുമല്ല ഇവിടുത്തെ ഇഷ്യൂ. ഇന്ത്യയിലെ ക്രെഡിബിളായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്ലോബലായിട്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങളാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനെ മുഴുവനും തകർക്കുന്ന രീതിയിൽ ഗ്ലോബലായിട്ട് പോയി പറയുന്നു, അമേരിക്കയിൽ പോയി പറയുന്നു, UK പോയി പറയുന്നു, മറ്റുള്ള വിദേശ നേതാക്കളോട് പറയുന്നു. ആലോചിച്ച് നോക്കി നമ്മൾ എവിടെ. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യം അവിടെ പോയി. അപ്പം ഇന്നലെ പ്രധാനമന്ത്രി ചോദിച്ച ചോദ്യമുണ്ട് NDAയുടെ മീറ്റിങ്ങിൽ, ഇപ്പോൾ EVMൻ്റെ കാര്യം ചത്തുപോയോ എന്ന് ചോദിച്ചു. അതായത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ കേജ്രിവാൾ ഇപ്പം ഒതുങ്ങി. കാരണം കേജ്രിവാളിനെ ഇപ്പം ജയിലിലിടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഈ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ലിക്കറുമായിട്ട് ബന്ധപ്പെട്ട കേസും ഒരു കേസാണ്. പക്ഷെ ഇയാളുടെ വാശിയുണ്ട് പലർക്കും. കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു അരാജകത്വവാദിയായിട്ട് തകർക്കുവാൻ ശ്രമിക്കുന്നയാളാണ് കേജ്രിവാൾ. ഇത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, ഇന്ത്യയുടെ കോടതികൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഡൽഹി ഹൈക്കോടതിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കൾ, കമൽനാഥ്, കപിൽ സിബൽ, അതേപോലെ ചിദംബരം, ഇവർക്കൊക്കെ എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം പറയുക. അരുൺ ജെയ്റ്റ്ലി, മറ്റുള്ള എത്രയോ നേതാക്കൾ, നിതിൻ ഗഡ്കരി, എന്നിട്ട് ഓരോ സ്ഥലത്തും പോയി അതിന് ക്ഷമയും ചോദിക്കുക. അപ്പം ഇയാളെ അരാജകത്വവാദി, ഇയാളൊരു ആൻറ്റി ഇന്ത്യൻ എന്ന് പറയാനാണ് കേജ്രിവാളിന് എനിക്ക് താല്പര്യം. കാരണം ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നശിപ്പിക്കുവാൻ ശ്രമിക്കുക. അതിനൊക്കെ ശേഷം അവസാനം ഞാൻ ഈ ഇലക്ഷനൊക്കെ നടത്തുന്ന സീനിയറായിട്ടുള്ള ഒഫീഷ്യൽസ് ഉണ്ട്, IASകാരും ഒബ്സർവറും പല സ്റ്റേറ്റുകളിലൊക്കെ പോയി ചെയ്യുന്നവരുണ്ട്. അപ്പം ഇവരുമായിട്ടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കലക്ടർക്ക് പോലും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കുന്തവും ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം കമ്പ്യൂട്ടർ റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒഫീഷ്യൽസിനെ വെച്ചിട്ടാണ് ഈ ഇലക്ഷൻ നടത്തുന്നത്. ഇത് റാൻഡമായിട്ട് കമ്പ്യൂട്ടർ തരുന്നതാണ്.
അതായത് സിസ്റ്റം തരുന്നതാണ്. അല്ലാതെ ഇന്ന യൂണിയൻകാരെ ഇന്ന പാർട്ടിക്കാരെ ഇന്നടുത്ത് പോളിംഗ് ഓഫീസറായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇതിൻ്റെ അകത്ത് കലക്ടർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ ജയറാം രമേശ് പറഞ്ഞു, ആഭ്യന്തരമന്ത്രി അത് അമിത്ഷാ ഏകദേശം 100ഓളം കലക്ടർമാരെ വിളിച്ചു. ഇതൊക്കെ ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷനാണ് ഈ പറയുന്നത് മുഴുവനും. അതെ, നിങ്ങളിപ്പോൾ പൊളിറ്റിക്കലി അറ്റാക്ക് ചെയ്തു, പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ജനാധിപത്യത്തിൻ്റെ എല്ലും നട്ടെല്ലും എല്ലാ സംഭവം, ബാക്ക് ബോൺ ഒന്നുമല്ല, എല്ലാം അത് തന്നെയാണ്. അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പ്രതിപക്ഷ പാർട്ടികളും, ഇത് പാർട്ടിയുടെ അല്ല, ചില ഇൻഡിവിജ്വൽസിൻ്റെ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ മറ്റു പല നേതാക്കളും ഇതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടാറില്ല. കാരണം അവർക്കറിയാം ഈ രാഹുൽ പറയുന്നത് മുഴുവനും വിഡ്ഢിത്തരമാണ്. അതുകൊണ്ടാണ് അയാൾ പറയുന്ന ആരും ശ്രദ്ധിക്കാത്തത്. അപ്പം ഞാനീ പറയുന്നത് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തി. നമ്മുടെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുന്ന രീതിയിലുള്ള പ്രവണത രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ നമ്മളതിനെ പൂർണ്ണമായിട്ടും നിരുത്സാഹപ്പെടുത്തണം.